കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. നോ ഗ്രേസ് മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിൽ കൂടി ഉണർവ് എന്ന വിഷയത്തെക്കുറിച്ച് തുടർമാനമായിട്ടുള്ള പ്രസംഗ പരമ്പര തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണർവ് ഭാരതത്തിൽ ആസന്നമായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം വിശ്വസിച്ചുകൊണ്ട് തന്നെ ഉണർവ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ആധികാരികമായ ബൈബിൾ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചില ആത്മീയ സന്ദേശങ്ങൾ നൽകുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഭാരതം ഒരു നിർണായക കാലഘട്ടത്തിൽ വന്നു നിൽക്കുകയാണ്. ഭാരതത്തിൽ സുവിശേഷത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സംസ്ഥാനം നിർമ്മിച്ച നിയമത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. മതപരിവർത്തനം നടത്തുന്നവർക്ക് ജീവപര്യന്തവും 10 ലക്ഷം രൂപ പിഴയും വിധിക്കുന്ന ഒരു നിയമം പാസ്സാക്കുവാനിടയെത്തുന്നു. മതപരിവർത്തനം എന്ന് നമുക്കറിയാം, അത് സുവിശേഷത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യുന്നത് തന്നെയാണ്. ഭാരതത്തിൽ രക്തസാക്ഷികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭാരതത്തിൽ തടവറകളിൽ കഴിയുന്ന ദൈവദാസന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭാരതത്തിൽ ഒരു ഉണർവ് ആസന്ന ഭാവിയിൽ സംഭവിക്കുമെന്ന് അനവധി പ്രവാചകന്മാർ കാലഘട്ടങ്ങൾക്ക് മുമ്പ് വിശുദ്ധന്മാരായ അഭിഷേകന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ പ്രവചിക്കുവാനിടയായിരുന്നു. ആ ഉണർവിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവജനം ഉണർവ് എന്ന വിഷയം, ഉണർവ് എന്താണ് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രസംഗ പരമ്പരകൾ തയ്യാറാക്കുന്നത്. വളരെ ശ്രദ്ധിക്കുക. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഉണർവ് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. നാം വായിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുവാനിടയായിത്തീരും. അപ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന ആപ്ത വാക്യത്തിനനുസരിച്ച് എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവജനം ശക്തിയെ പുതുക്കി അവർ പറന്നുയരുന്ന ആത്മീയ ഉണർവിലേക്ക് എത്തിച്ചേരുവാനിടയായിത്തീരും. ഉണർവ് ഉണ്ടെങ്കിൽ മാത്രമേ ഭാരതത്തിൽ ഒരു സുവിശേഷീകരണം നടക്കുവാൻ കഴിയുകയുള്ളൂ. വളരെ ശ്രദ്ധിക്കുക. ഉണർവ് എന്ന വിഷയം സാങ്കേതികമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കിയ ഒരു ആത്മീക സത്യം, ഈ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ പെന്തക്കോസ്ത് സമൂഹം എന്ന് പറയുന്നത് വിട്ടിറങ്ങിയവരുടെ കൂട്ടമായിരുന്നു. അഥവാ അവർ നിൽക്കുന്ന സാമുദായിക മതപരമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളും വിട്ടിട്ട് കർത്താവിനെ ആരാധിപ്പാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട് ഇറങ്ങിത്തിരിച്ചവരാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സകലവും ചപ്പും ചവറുമെന്ന് എണ്ണി ഇറങ്ങിത്തിരിച്ചവരുടെ വലിയൊരു കൂട്ടമായിരുന്നു ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്ത് സമൂഹം എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെയല്ല. വിളിക്കപ്പെട്ടവർ കർത്താവിനെ ആരാധിപ്പാൻ ഇറങ്ങുന്നു, പക്ഷേ അവർ വിട്ടിറങ്ങുന്നില്ല. അവരെ ഏത് പാരമ്പര്യത്തിൽ നിന്ന് വിളിക്കുന്നു ആ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് അതിനകത്തു നിന്നുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, വിട്ടിറങ്ങിയവർ, വില കൊടുത്തവർ, സകലവും ത്യജിച്ചവരുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് വിശുദ്ധ വചനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി വിട്ടിറങ്ങി നിലനിൽക്കുവാൻ കഴിയാതെ നിൽക്കുന്ന ഒരു തലമുറയിൽ ഉണർവ് എങ്ങനെ അനിവാര്യമായി തീരുവാനിടയായിത്തീരും. വളരെ ശ്രദ്ധിക്കുക. ഇവിടെ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുവാനിടയായിത്തീരും. വിട്ടിറങ്ങിയവർ, കർത്താവിന് വേണ്ടി കാത്തിരുന്നവർ ദൈവശക്തിയെ പുതുക്കുവാനിടയായിത്തീരും. ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവജനം വളരെ ശ്രദ്ധിക്കുക. മിസ്രൈം വിട്ട ജനം മിസ്രൈമിൽ നിറങ്ങി തിരിച്ചെങ്കിലും മിസ്രൈം അവരുടെ ഉള്ളത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടില്ല. മിസ്രൈമിൽ നിന്ന് കുഞ്ഞാടിന്റെ രക്തത്താൽ ചോരത്തുണയായി ജനിച്ച് അവർ മിസ്രൈം വിട്ടിറങ്ങി, പക്ഷേ അവരുടെ ഉള്ളത്തിൽ നിന്ന് മിസ്രൈം വിട്ടു മാറിയിട്ടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും മിസ്രൈമിൽ ഞങ്ങൾ അങ്ങനെയായിരുന്നു, മിസ്രൈമിൽ ഞങ്ങൾ അങ്ങനെയായിരുന്നു എന്ന പദം അവിടെ കാണുവാൻ കഴിയുന്നത്. മിസ്രൈമിലെ ദേവന്മാർ അവരുടെ ഉള്ളത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. മിസ്രൈമിലെ വിശ്വാസ പ്രമാണങ്ങൾ അവരുടെ ഉള്ളത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ജനം 40 വർഷം മരുഭൂമിയിൽ ചുറ്റി സഞ്ചരിപ്പാനിടയായിത്തീർന്നത്. ഉണർവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ ജനം ആമേ വിട്ടിറങ്ങുവാനിടയായിത്തീർന്നത്. സകലവും ചപ്പും ചവറുമെന്ന് എണ്ണിക്കൊണ്ട് വിടേണ്ടത് വിട്ട് ദൈവവചനത്തിന്റെ പാന്താവിലേക്ക് ഇറങ്ങി വന്ന് കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കുവാനിടയായിത്തീരും. നാളുകളിൽ നമ്മൾക്ക് ജീവിതത്തിൽ ഉണർവ് ആവശ്യമാണെങ്കിൽ, ഉണർവിന് വേണ്ടി നാം ആഗ്രഹിക്കുകയാണെങ്കിൽ, ഉണർവ് അയക്കുന്നത് ഏതെങ്കിലും സാമുദായിക സംഘടനകളിലോ ഏതെങ്കിലും സാമുദായിക കൂട്ടായ്മകളിലോ അല്ല. യഹോവയ്ക്കായി കാത്തിരിക്കുന്ന, വിട്ടിറങ്ങി വില കൊടുത്ത് ദൈവത്തിന് വേണ്ടി ആരാധിപ്പാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ മാത്രമേ ഉണർവ് അയക്കപ്പെടുകയുള്ളൂ.
വളരെ ശ്രദ്ധിക്കുക. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ശക്തിയെ ദിനം പ്രതി പുതുക്കുന്നവരും ശക്തി ദിനം പ്രതി പ്രാപിക്കുന്നവരുമായിരിക്കും. അങ്ങനെ ഒരു ആത്മീയ ഉണർവ് നമ്മുടെ ഇടയിൽ സംഭവിക്കണം. ഈ കാലഘട്ടത്തിൽ വിശുദ്ധിക്ക് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി വില കൊടുത്ത് വിടേണ്ടത് വിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ബന്ധക്കോസുമല്ല, ഞാൻ കത്തോലിക്കനുമല്ല, ഞാൻ CSIക്കാരനുമല്ല, ഞാൻ ബന്ധക്കോസുകാരനുമല്ല എന്നുള്ള ഒരു മനോഭാവത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങിത്തിരിച്ച പൈതൽ എന്ന രീതിയിൽ വിടേണ്ടത് വിട്ട് ഉപേക്ഷിച്ച് കർത്താവിന്റെ സാക്ഷിയായിത്തീരുന്ന ഒരു സമൂഹമാണ് ഉണർത്തപ്പെടേണ്ടത്. ആ ഉണർവിലേക്ക് നമ്മൾ നയിക്കപ്പെടുമ്പോൾ, ആ ഉണർവിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. അടുത്ത പറയുന്നു, അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരുവാനിടയായിത്തീരും. കഴുകന്റെ ചിറകുകൾക്ക് ഏതു പ്രതിബന്ധങ്ങളെയും അതിജീവിപ്പാനുള്ള അധികാര ശക്തിയുണ്ട്. ആ ശക്തി കൊണ്ട് അവർ പറന്നുയർന്ന് അവർ ഉയരങ്ങളിലേക്ക് പറന്നുയരുവാനിടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മിൽ വരുമ്പോൾ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഒരു ആത്മാവിൻ്റെ ഉണർവ് നമ്മൾ വ്യാപരിപ്പാനിടയായിത്തീരും. ആ ഉണർവ് നമുക്ക് ആവശ്യമാണെങ്കിൽ വിടേണ്ടത് വിടുവാനും കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാനും നമുക്ക് കഴിയണം. നമുക്കറിയാം, നമ്മൾ പറന്നുയരുവാനാണ്, ഏത് പ്രതിസന്ധികളെയും അതിജീവിപ്പാനുള്ളതാണ്. ഇന്നു കാണുന്ന നമ്മുടെ മുമ്പിലുള്ള എല്ലാ പോരാട്ടങ്ങളും, പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും അതുപോലെയുള്ള മാനസികമായിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളെയും അതിജീവിപ്പാൻ കഴിവുള്ള ഒരു ആത്മാവിൻ്റെ ഉണർവ്, ഇന്ന് കാണുന്ന സുവിശേഷത്തിനെതിരെയുള്ള വെല്ലുവിളികളെ അതിജീവിപ്പാനുള്ള ആത്മാവിൻ്റെ ഉണർവ് നമ്മുടെ ഇടയിൽ വ്യാപരിക്കണം. ഉണർവിൻ്റെ യോദ്ധാക്കളായി ചിലർ എഴുന്നേൽക്കുവാനിടയായി തീരണം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വിടേണ്ടത് വിട്ടുകൊണ്ട് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചതുകൊണ്ട് മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.